ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ. ഇന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ തിരുനാളാണ്. നിനക്ക് തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരിയ. അപ്പോൾ ഇന്ന് മഹാവിശുദ്ധൻ്റെ വലിയൊരു വിശുദ്ധൻ്റെ തിരുനാൾ ദിവസം കൂടിയാണ് പാതുവായിലെ വിശുദ്ധ അന്തോണീസ്. തീർച്ചയായിട്ടും പുണ്യാളൻ നിനക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം. വിമലം എന്ന വാക്കിനർത്ഥം കറയില്ലാത്തതെന്നാണ്. പാപം അല്പം പോലും ഏശാത്ത പരിശുദ്ധമായ ഒരു ഹൃദയം നിനക്കുള്ള ഒരു സങ്കേതമാണ്. നിനക്ക് വേണ്ടി തുടിക്കുന്ന, ഇന്നലെ നമ്മൾ നിനക്ക് വേണ്ടി തുടിക്കുന്ന ഈശോയുടെ ഹൃദയത്തെക്കുറിച്ച് കണ്ടു. അതുപോലെ തന്നെ തുടിക്കുന്ന ഒരു ഹൃദയമാണ് ഈ വിമല ഹൃദയം. ഈ വിമല ഹൃദയത്തിലേക്ക് നിന്നെ തന്നെ പ്രതിഷ്ഠിച്ച് കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ നിനക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിക്കും, നിന്നെ എടുത്തുകൊള്ളും. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ ബാലനായ യേശുവിനെ കാണാതെ പോയൊരു സംഭവം വിവരിക്കുന്നുണ്ട്. ജെറുസലേം ദേവാലയത്തിൽ പോയി തിരിച്ചു വന്നപ്പോൾ പുത്രനെ കാണാനില്ല. വീണ്ടും അന്വേഷിച്ച് പോകുമ്പോൾ ദേവാലയത്തിൽ വെച്ച് കണ്ടെത്തിയാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇപ്രകാരം ഒരു വചനം നൽകുന്നുണ്ട്. അത് 2-ാമത്തെ അധ്യായം 51-ാമത്തെ വാക്യത്തിൻ്റെ അവസാനമാണ്. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. വലിയ ദൈവിക രഹസ്യമാണ് പുത്രൻ അവിടെ വെളിപ്പെടുത്തുക. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാണ്. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ദൈവിക രഹസ്യങ്ങളെല്ലാം ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന പരിശുദ്ധ അമ്മ. സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ധ്യാനിച്ചിരുന്ന പരിശുദ്ധ അമ്മ. ഒന്ന് ചോദിച്ചോട്ടെ, ദൈവത്തെ നീ എത്രത്തോളം ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്നു? ദൈവത്തിൻ്റെ നിയോഗങ്ങളെ, ദൈവത്തിൻ്റെ പദ്ധതികളെ, ദൈവത്തിൻ്റെ തോന്നിപ്പുകളെ, ദൈവിക കൃപകളെ എത്രത്തോളം നീ ഉള്ളിൽ ഒളിപ്പിച്ച് വയ്ക്കുന്നുണ്ട്? എത്രത്തോളം നീ ധ്യാനിക്കുന്നുണ്ട്? എത്രത്തോളം അത് നിന്നിൽ വികസിച്ചു വരുന്നുണ്ട്? ഇന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടാം. ദൈവിക പദ്ധതികൾക്ക് സ്വയം സമർപ്പിക്കുവാനും ഹൃദയത്തിൽ ദൈവത്തെ കൊണ്ടു നടക്കുവാനുള്ള വലിയൊരു കൃപ ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചെന്ന് കരങ്ങൾ കൂപ്പി. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. ഈശോ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വിമല ഹൃദയത്തിൽ, നിന്റെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ അഭയം തേടുവാനായിട്ട് ഈ വ്യക്തിയെ നീ സഹായിക്കണം. ഹൃദയത്തെ നിർമ്മലമായിട്ട് സൂക്ഷിക്കുവാനായിട്ട്, നിന്റെ വചനങ്ങളെ ഹൃദയത്തെ കൊണ്ടു നടക്കുവാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണം. ഈ ദിവസത്തിനുവേണ്ട കൃപകളും നന്മകളും എല്ലാം നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങേപ്പോലൊരു ദൈവമില്ല, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമേ.